ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ടൈമില്ല, ഷൂട്ട് ചെയ്യാൻ ടൈമില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ സിനിമ കാണാൻ ടൈമില്ല എന്ന് പറയേണ്ട അവസ്ഥയിലായി. പക്ഷേ ആ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഞാൻ പോവില്ല. ഡെയിലി ഒരു സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കും. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു റിവ്യൂ എങ്കിലും ഒരു സജഷനെങ്കിലും എത്തിച്ചിരിക്കും. എഡ്വേർഡ് സിസർഹാൻഡ് 1990 ഇറങ്ങിയ ജോണി ഡെപ്പ്, നമ്മുടെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയുടെ ഒരു സിനിമയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയാം, നമ്മളെ പഴയ ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പഴയ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ക്ലാസിക് സിനിമകൾ, ഒരുപാട് കിടിലൻ സിനിമകൾ ഞാൻ പഴയ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിച്ചു പോയത് കൊണ്ട് അത് ഇനി ഒരിക്കലും എനിക്ക് എന്താ പറയുക, അതിൻ്റെ ഫയലൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരുന്ന പഴയ ഫയലൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ റീ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വകുപ്പില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പക്ഷേ പുതിയ സിനിമകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഈ സജഷൻ ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ എഡ്വേർഡ് സിസർഹാൻഡ് 1990 ഇറങ്ങിയ ഒരു ക്ലാസിക് രീതിയിലുള്ള ഒരു സിനിമയാണ്. ഒരു ലവ് ഫിലിമാണ്, റൊമാൻറ്റിക് ഫിലിമാണ്, ഒരു ഫിക്ഷൻ ഫിലിമാണ്. ഇതിൻ്റെ തുടക്കം ഒരു മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു വലിയൊരു രാത്രിയിൽ മുത്തശ്ശി ഇങ്ങനെ മരണക്കിടക്കാതെ ഒരു തൻ്റെ സ്ലീപ്പിംഗ് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൊച്ചുമോൾ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് ഒരു കഥ പറയാണ്. അപ്പോൾ ഈ മഞ്ഞിൻ്റെ ആ ഒരു ചെറിയ മഞ്ഞിൻ്റെ തുള്ളികൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മഞ്ഞ് വീഴുന്നതിനെ കുറിച്ചിട്ടാണ് മുത്തശ്ശി കഥ പറയുന്നത്. അപ്പോൾ ആ കഥയാണ് പിന്നീട് നമ്മൾ സിനിമയായിട്ട് കാണുന്നത്. ആ കഥ സത്യമാണോ, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ആ മുത്തശ്ശിയുടെ വെറും ഒരു കെട്ടുകഥ മാത്രമാണോ എന്നുള്ളത് ഏറ്റവും ക്ലൈമാക്സിൽ ആ ഒരു 10 സെക്കൻഡിൽ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് മനോഹരമാണ് ഈ ഒരു സിനിമ. പെഗ് ബോക്സ് ഈ സിനിമയിലെ നായികയാണ്. അവരൊരു ഒരു സിറ്റിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ആ സിറ്റീൻ്റെ മേലെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ ഏറ്റവും മുകളിൽ വലിയൊരു ബംഗ്ലാവ് പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ സയൻറ്റിസ്റ്റ് ആളുകൾക്കൊക്കെ അറിയാം അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരു ബട്ടനാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു ദിവസം പെഗ് ബോക്സും പിന്നെ ആ ഒരു ബംഗ്ലാവിലേക്ക് കയറാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് തുടക്കത്തിലേക്ക് ഒരുപാട് കഥകളുണ്ട്, ഞാൻ മെയിൻ കഥയിലേക്ക് വരാം. പെഗ് ബോക്സ് ആ ഒരു വലിയൊരു മാൻഷനിലേക്ക് പോവുകയാണ്, ഒരു വലിയൊരു ബംഗ്ലാവിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് ആ ഒരു സയൻറ്റിസ്റ്റ് അവിടെ മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഭംഗിയുള്ള ശില്പങ്ങൾ, ഭയങ്കര ഐസിൽ കൊത്തിയെടുത്ത ഒരുപാട് ശില്പങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? അങ്ങനെ അവർ ആ ഒരു വീട് മുഴുവൻ, ആ ഒരു മാൻഷൻ മുഴുവൻ സെർച്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു എഡ്വേർഡ് എന്ന പേരിലുള്ള ഒരാൾ പുറത്തേക്ക് വരുന്നത്. അയാൾക്ക് കൈകൾക്ക് പകരം ഒരുപാട് കത്തിയും കത്രികയും ഒക്കെ ഒരുപാട് എന്താ പറയുക, ഒരു ടൂൾസാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയ ഒരു പാവയായിരുന്നു, അതൊരു റോബോട്ടായിരുന്നു ഈ എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹ്യൂമനോയിഡ് പേഴ്സൺ. ഇതിലൊരു ഒറിജിനൽ ആയിട്ടാണ് എഡ്വേർഡ് എന്ന പേരിൽ ജോണി ഡെപ്പ് വരുന്നത്. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസും കാര്യങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പിനോക്കിയോ ഒക്കെ ഇല്ലേ, അതേപോലെയുള്ള ഒരു രൂപം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ കൈകളൊക്കെ എത്തിയ സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ കൈ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ എഡ്വേർഡ് തന്നെ ഓട്ടോമാറ്റിക്കലി നടന്ന് കൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ഒരു ലെവലിൽ ഒരുപാട് കത്തിയും ടൂൾസും ഒക്കെ വെച്ചിട്ട് കൈ ഒരു സിസർ ഹാൻഡ് ആക്കി മാറ്റി. അങ്ങനെ ആ സിസർ ഹാൻഡ്സ് കൊണ്ടാണ് ഇദ്ദേഹം ഈ ശില്പങ്ങളും കാട് വെട്ടിത്തെളിക്കുക, ഈ ഐസുകൾ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എഡ്വേർഡിൻ്റെ കഥ. അങ്ങനെ പെഗ് ബോക്സ് എന്ന നായിക എഡ്വേർഡിനെ സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. എഡ്വേർഡിൻ്റെ ആ ഒരു വിഷമഘട്ടമൊക്കെ മനസ്സിലാക്കുന്നത്, അവൾ ഒറ്റയ്ക്കാണ്, ആ മാൻഷൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, സക്സസ്ഫുൾ ആവാത്ത ആ ഒരു ഫെയിൽഡ് എക്സ്പെരിമെൻറ്റും ആയിട്ട് പെഗ് ബോക്സ് എഡ്വേർഡിനെയും കൂട്ടി നഗരത്തിലേക്ക് എത്താണ്, തൻ്റെ വീട്ടിലേക്ക് എത്താണ്. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് ആ ഒരു നഗരത്തിൽ, ആ ഒരു ചുറ്റുവട്ടത്ത്, ആ ഒരു നെയ്ബേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും എഡ്വേർഡിന് പെഗിനോട് തോന്നുന്ന ഒരു പ്രണയവും അത് എത്രത്തോളം സക്സസ് ആകുമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നല്ലൊരു സിനിമയാണ്. ഏറ്റവും അവസാനത്തേക്ക് ഭയങ്കര ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മുത്തശ്ശി പറയുന്ന ആ ഒരു കഥ, അത് എത്രത്തോളം എന്താ പറയുക, ആ ഒരു സിനിമ നമ്മൾ അത്രയും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഫിക്ഷണൽ സ്റ്റോറി എത്രത്തോളം റിയൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും അവസാനം മനസ്സിലാവും. അങ്ങനത്തെ ഒരു നല്ലൊരു ക്ലൈമാക്സ് ഉള്ള സിനിമയാണ് എഡ്വേർഡ് സിസർഹാൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഈ സിനിമയിൽ നമ്മളെ ജോണി ഡെപ്പാണ് ഈ ഒരു സിസർ ഹാൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് തോന്നത്തേ ഇല്ല. അത്രയ്ക്കും ഒരു വെറൈറ്റി ലെവലിലാണ് അദ്ദേഹം ഈ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം.